ഈശോയിൽ സ്നേഹമുള്ളവരെ, സീനായി മലമുകളിൽ വെച്ച് ദൈവം വെളിപ്പെടുത്തിയതനുസരിച്ച് നമ്മുടെ ദൈവം ആരാണ് എന്ന് കൂടുതൽ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മോശയോട് ദൈവമായ കർത്താവ് പറഞ്ഞു, കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. പുറപ്പാട് പുസ്തകത്തിൻ്റെ 34-ാം അധ്യായത്തിലാണ് ഈ വെളിപ്പെടുത്തൽ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ദൈവം കാരുണ്യവാനായതുകൊണ്ട് മനുഷ്യവംശത്തിൻ്റെ രക്ഷയ്ക്കും നവീകരണത്തിനു വേണ്ടി ഒരു പദ്ധതിയുണ്ടാക്കി. ആ പദ്ധതിയാണ് രക്ഷാകര പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുക. പരിശുദ്ധ ബൈബിളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഈ രക്ഷാകര പദ്ധതിയുടെ വിശദാംശങ്ങളാണ്. ദൈവം രക്ഷാകര പദ്ധതി ഒരുക്കുന്നതും അത് പൂർത്തിയാക്കാൻ വേണ്ടി ഒരു ജനത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതും പ്രവാചകന്മാരിലൂടെ രക്ഷകനെക്കുറിച്ചുള്ള ഏറ്റവും പ്രത്യേകമായ കാര്യങ്ങൾ അറിയിക്കുകയും കാലത്തിൻ്റെ തികവിൽ രക്ഷകനെ ഭൂമിയിലേക്ക് അയച്ച് അവൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴിയായി നമ്മെ രക്ഷിക്കുകയും ചെയ്തു. അതാണ് ബൈബിളിൻ്റെ ഇതിവൃത്തം. ഈ രക്ഷാകരമായ ചരിത്രവും രക്ഷാകരമായ ദൈവത്തിൻ്റെ പദ്ധതിയും മനുഷ്യൻ്റെ ചരിത്രത്തിലാണ് അരങ്ങേറിയത്. അതുകൊണ്ട് അതൊരു ചരിത്ര സംഭവമാണ്. ക്രിസ്തുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും എന്ന രക്ഷാകര ചരിത്രത്തിൻ്റെ മർമ്മം. അതുകൊണ്ട് ഈ രക്ഷാകര പദ്ധതിക്ക് 3 കാലഘട്ടങ്ങൾ ഉള്ളതുപോലെ പരിശുദ്ധ കുർബാനയ്ക്കും 3 കാലഘട്ടങ്ങളുണ്ട്. അതാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. പഴയ നിയമത്തിൽ ദിവ്യകാരുണ്യം പ്രതീകമാണ്. പുതിയ നിയമത്തിൽ ദിവ്യകാരുണ്യം ഒരു ചരിത്ര സംഭവമാണ്. സഭയുടെ കാലഘട്ടത്തിൽ ദിവ്യകാരുണ്യം വിശുദ്ധമായ കൂദാശയാണ്. പറഞ്ഞേ, പഴയ നിയമത്തിൽ ദിവ്യകാരുണ്യം പ്രതീകമാണ്. പുതിയ നിയമത്തിൽ ദിവ്യകാരുണ്യം ഒരു ചരിത്ര സംഭവമാണ്. സഭയുടെ കാലഘട്ടത്തിൽ, മൂന്നാമത്തത് സഭയുടെ കാലഘട്ടത്തിൽ ദിവ്യകാരുണ്യം വിശുദ്ധമായ കൂദാശയാണ്. അപ്പം 3 വാക്കുകളാണ്. ഒന്ന് പ്രതീകമാണ്, അത് പഴയ നിയമത്തിലാണ്. രണ്ടാമത്തത് ഈശോയുടെ കാലഘട്ടത്തിൽ അതൊരു ചരിത്ര സംഭവമാണ്, അതാണ് പുതിയ നിയമത്തിൻ്റെ നാളുകളിൽ നമ്മൾ കാണുക. പിന്നീട് സുവിശേഷങ്ങൾക്കും അപ്പുറത്ത് അപ്പസ്തോലന്മാരിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവസിക്കുന്ന പന്തക്കുസ്ത മുതലുള്ള കാലഘട്ടത്തെയാണ് സഭയുടെ കാലഘട്ടമായി അറിയുക. ഈ സഭയുടെ കാലഘട്ടത്തിൽ ദിവ്യകാരുണ്യം വിശുദ്ധമായ കൂദാശയാണ്. ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി പഴയ നിയമത്തിലെ ദിവ്യകാരുണ്യ പ്രതീകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അതായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളിലെ ക്ലാസ്സിൻ്റെ പ്രമേയമെന്ന് നിങ്ങൾക്ക് ഓർമ്മിക്കുന്നുണ്ടാവും. അതിൽ ഒന്നാമത്തത് പഴയ നിയമ ബലികളാണ്. രണ്ടാമത്തത് മരുഭൂമിയിലെ മന്നയാണ്. മൂന്നാമത്തത് പെസഹായും പെസഹായുടെ ആചരണവുമാണ്. അങ്ങനെ പ്രത്യേകമായ ഒരു ട്രാക്കിലൂടെയാണ് നമ്മൾ പോവുക. അനേക പ്രതീകങ്ങളുണ്ട്, അതിൽ പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുപോവുക. അതിൽ ദിവ്യകാരുണ്യത്തിൻ്റെ പ്രതീകമായ ബലികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു 4-5 ബലികളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഓർമ്മിക്കുന്നുണ്ടാവുമെന്ന് കരുതുന്നു. അത് 1 കായൻ്റെയും ആബേലിൻ്റെയും ബലിയാണ്. 2 നോഹയുടെ ബലിയാണ്. 3 അബ്രാഹത്തിൻ്റെ ബലിയാണ്. അവിടെയാണ് നമ്മൾ എത്തിയത്. ഇതെല്ലാം പൂർത്തിയാകുന്നത് ഈശോയുടെ കാൽവരി ബലിയിലാണെന്ന് ഓരോന്നും പറഞ്ഞു വരുമ്പോൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. എങ്ങനെയാണ് ഇത് പൂർത്തിയായത് എന്ന് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിലെ ബലികൾ എല്ലാം 4 ഘടകങ്ങൾ കൂടിച്ചേരുന്നതായിരുന്നു. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെ 4 ഘടകങ്ങൾ ഉണ്ടാവണം. ഏതൊക്കെയാണ്? ഒരു മാനുഷിക പ്രവൃത്തിയെ ബലിയാക്കി മാറ്റുന്ന 4 ഘടകങ്ങൾ. 1 ബലി അർപ്പകനാണ്. 2 ബലി വസ്തുവാണ്. 3 ബലിപീഠമാണ്. 4 ദൈവാരാധനയാണ്. പഴയ നിയമത്തിലെ ബലികളിൽ ഇത് 4 ഘടകമായി നിൽക്കുമ്പോൾ
പുതിയ നിയമത്തിലെ ക്രിസ്തുവിൻ്റെ ബലിയിൽ ഇതെല്ലാം ഒന്നായി മാറിക്കൊണ്ട് അതിൻ്റെ പൂർണ്ണതയെ പ്രാപിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അതിൽ കായൻ്റെയും ആബേലിൻ്റെയും ബലിയെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത് നമ്മൾ നോഹയുടെ ബലിയെക്കുറിച്ച് പറഞ്ഞു. അബ്രാഹത്തിൻ്റെ ബലിയെക്കുറിച്ച് പറഞ്ഞു. അതിൽ ഇസഹാക്കും ക്രിസ്തുവും തമ്മിലുള്ള സാധർമ്മ്യം, തമ്മിലുള്ള ബന്ധം കുറേ കൂടെ വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിരുന്നു. അതിൻ്റെ അവസാന ഭാഗത്ത് ഒരു കാര്യം കൂടെ നമ്മൾ ഓർമ്മിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് അബ്രാഹത്തെ വിളിക്കുമ്പോൾ അവന് വാഗ്ദാനങ്ങളെല്ലാം കൊടുത്ത് അവൻ്റെ ദൗത്യമെല്ലാം ഏൽപ്പിച്ച് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹിക്കപ്പെടും. അത് ദൈവത്തിൻ്റെ വാക്കും വാഗ്ദാനവുമാണ്. നിന്നിലൂടെ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഈ വാക്ക് പിന്നീട് ബൈബിളിൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിലാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം, അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. നീ എൻ്റെ വാക്ക് അനുസരിച്ചത് കൊണ്ട് നിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആദ്യം പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹിക്കപ്പെടും. അതേ വാക്ക് തന്നെയാണ്, അതേ വാഗ്ദാനം തന്നെയാണ് ഇവിടെയും ആവർത്തിക്കുക. നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം എടുക്കുമ്പോൾ അബ്രാഹത്തിൻ്റെ പുത്രനായ, ബാക്കി പറയാൻ നോക്കിക്കേ, അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശുക്രിസ്തുവിൻ്റെ വംശാവലി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അബ്രാഹത്തിൻ്റെ പുത്രൻ എന്ന വാക്ക്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന വാഗ്ദാനം ദൈവം പൂർത്തിയാക്കുന്നത് അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ടാണ് മോറിയ മലയുടെ മുകളിൽ അബ്രാഹം ഇസഹാക്കിനെ ബലി കഴിക്കാൻ കൊണ്ടുപോയിട്ട് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ വഴിയായി ഇസഹാക്കിന് പകരമായി ഒരു കുഞ്ഞാടിനെ ബലി കഴിച്ച് മല ഇറങ്ങുന്നതിന് മുൻപാണ് ദൈവമായ കർത്താവ് ഈ വാക്ക് അവസാനമായി ഒരിക്കൽ കൂടി ആവർത്തിച്ചത്, നിന്നിലൂടെ, നിൻ്റെ സന്തതികളിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ ഈ വാഗ്ദാനവും അതുപോലെ അബ്രാഹത്തിൻ്റെ ബലിയും എല്ലാം വിരൽ ചൂണ്ടുന്നത് ഈശോയുടെ കാൽവരിയിലെ ബലിയിലൂടെയാണ്. അവിടെയാണ് രക്ഷ നമുക്ക് സംലഭ്യമായത്. ഞാനത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈശോ മിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശ് മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യതയാൽ രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പോൾ ഈശോ മിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനവും കുരിശു മരണവും ഉത്ഥാനവുമാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. നിന്നിലൂടെ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹിക്കപ്പെടും എന്ന് പറയുന്നത് ഈശോയിലൂടെ ആ അനുഗ്രഹം പൂർത്തീകരിക്കപ്പെടുകയായിരുന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ്. അപ്പം അതുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെ ബലി യഥാർത്ഥത്തിൽ പൂർത്തിയാകുന്നത് കാൽവരിയുടെ മലമുകളിലെ ഈശോയുടെ പരമമായ യാഗത്തിലാണ് എന്ന് സൂചിപ്പിക്കുക. ഇനി പഴയ നിയമത്തിൽ മറ്റൊരു ബലിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പഴയ നിയമത്തിലെ മറ്റൊരു ബലി എന്ന് പറയുന്നത് മെൽക്കിസദേക്കിൻ്റെ ബലിയാണ്. പഴയ നിയമത്തിൽ അങ്ങനെ ഒരു കഥാപാത്രത്തെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വളരെ അപൂർവമായി മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു കഥാപാത്രമാണ് മെൽക്കിസദേക്ക്. കൂടുതൽ വിശദാംശങ്ങളോ അവൻ്റെ വംശാവലിയെക്കുറിച്ചോ എവിടെ നിന്ന് വന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ ഒന്നും അറിവില്ലാത്ത വിധത്തിൽ വളരെ പെട്ടെന്ന് രംഗപ്രവേശനം ചെയ്യുകയും തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ രംഗം വിടുകയും ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് പഴയ നിയമത്തിൽ കാണുന്ന മെൽക്കിസദേക്ക്. ഇത് മെൽക്കിസദേക്കിൻ്റെ ബലിയെക്കുറിച്ച് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 14-ാം അധ്യായം
17 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 14 അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കെദോർ ലവോമാരെയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്ന അബ്രാമിനെ എതിരേൽക്കുവാൻ സോദോം രാജാവിൻ്റെ താഴ്വര എന്ന് അറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് ചെന്നു. സാലേം രാജാവായ മെൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അവൻ. അബ്രാഹത്തെ ആശീർവദിക്കുന്നത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിൻ്റെ മേലുണ്ടാകട്ടെ. എന്തൊരു ശ്രേഷ്ഠമായ ആശീർവാദമാണ്! ആരാണ് നിന്നെ ആശീർവദിക്കുന്നത്? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നതനായ ദൈവത്തിൻ്റെ കൃപാകടാക്ഷം നിൻ്റെ മേൽ ഉണ്ടാകട്ടെ. ശത്രുക്കളെ നിൻ്റെ കൈകളിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം അനുഗ്രഹീതൻ. അബ്രാം എല്ലാറ്റിൻ്റെയും ദശാംശം അവന് കൊടുത്തു എന്ന് അവിടെ രേഖപ്പെടുത്തുകയാണ്. അത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 14 അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യമാണ്. അപ്പോൾ അവിടെ ഒരു പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്നു. അനുഗ്രഹിക്കുന്ന ഒരു പൗരോഹിത്യം അവിടെയുണ്ട്. അത് മെൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യമാണ്. മെൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം ലേവായ പൗരോഹിത്യത്തിന് മുൻപ് ഉണ്ടായിരുന്ന പൗരോഹിത്യമാണ് എന്ന് ശ്രദ്ധിക്കണം. പട്ടം കൊടുക്കൽ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുത്തിട്ടുള്ളവരായിരിക്കും. അവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നീ എന്നേക്കുമായി പുരോഹിതനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആശീർവാദ പ്രാർത്ഥനകൾ തരുന്നത്. മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം. അപ്പോൾ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ളതാണ്. അപ്പോൾ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ഈശോ അർപ്പിക്കുന്ന ബലി മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കുമായ പുരോഹിതനായ ഈ മിശിഹ എന്നേക്കുമായി ചെയ്ത ഏക ബലിയാണ്. അതിൻ്റെ തുടർച്ചയും അതിൻ്റെ പുനരവതരണവുമാണ് പരിശുദ്ധ കുർബാന. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പം അതുകൊണ്ട് മെൽക്കിസദേക്കിൻ്റെ ബലിയെക്കുറിച്ച്, അവൻ കൊണ്ടുവന്ന കാഴ്ച വസ്തുക്കളെക്കുറിച്ച് അറിയുന്നത് നല്ലതാണ്. മെൽക്കിസദേക്ക് അബ്രാമിന് കാഴ്ചയായി നൽകിയ 2 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് അപ്പവും വീഞ്ഞുമാണ്. ഇന്നും പരിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്നത് ഇതേ അപ്പവും വീഞ്ഞുമാണ്. ഈശോ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടങ്ങളിൽ തിരുവത്താഴത്തിൽ അവൻ ആശീർവദിച്ച് തൻ്റെ ശരീരമാക്കി മാറ്റിയത്, തൻ്റെ രക്തമാക്കി മാറ്റിയത് ഇതേ പ്രതീകമാണ്, ഇതേ അപ്പവും വീഞ്ഞുമാണ്. അപ്പോൾ പുരോഹിതൻ അവൻ അർപ്പിച്ച ബലിയേക്കാൾ അധികമായി നിത്യപുരോഹിതനായ ക്രിസ്തുവിനോടാണ് മെൽക്കിസദേക്ക് കൂടുതലായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇനി അതിൻ്റെ ഇത്തിരി കൂടെ ചരിത്രം നമ്മളെടുത്ത് പരിശോധിച്ചാൽ, അബ്രാഹത്തിൻ്റെ കാലഘട്ടത്തിൽ കുടുംബത്തിലെ പ്രഥമജാതന്മാർക്കാണ് പ്രത്യേകമായ അവകാശങ്ങൾ ഉണ്ടായിരുന്നത്. കടിഞ്ഞൂൽ അവകാശം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നത്. അത് അപ്പൻ്റെ ആശീർവാദം അവനാണ്, ഏറ്റവും മൂത്തവനാണ് ചെയ്യുക. അങ്ങനെ മൂത്തവന് കിട്ടുന്ന ഈ ആശീർവാദവും അനുഗ്രഹവുമാണ് ബാക്കി എല്ലാവരേക്കാളും ഇവനെ ഉയർത്തി നിർത്തുന്നതും എല്ലാ ശുശ്രൂഷകളും ചെയ്യുവാൻ അവനെ ആണ് ഭരമേൽപ്പിക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെ കാലത്ത് നിലനിന്നത് പ്രഥമജാതന്മാരുടെ പൗരോഹിത്യമായിരുന്നു. പ്രഥമജാതന്മാർക്കാണ് പൗരോഹിത്യം. അത് കൈവെപ്പിലൂടെ കിട്ടുന്നതല്ല, ജന്മനാൽ ലഭിക്കുന്നതാണ്. ഒരു ഗോത്രത്തിലെ ഒരാളുടെ ഏറ്റവും മൂത്ത മകനാണ് ഈ കടിഞ്ഞൂൽ അവകാശം, അല്ലെ പ്രഥമജാതനാണ് ഈ അവകാശവും പൗരോഹിത്യവും ലഭിച്ചുകൊണ്ടിരുന്നത്. ഈ കുടുംബ പൗരോഹിത്യം എന്നാണ് അവസാനിച്ചത് എന്ന് അറിയുന്നത് നല്ലതാണ്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൻ്റെ 32 അധ്യായത്തിൽ സീനായി മലയുടെ മുകളിൽ നിന്ന് കൽപ്പലകകളുമായി മോശ താഴ്വരയിലെ ജനത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ വളരെ അപ്രതീക്ഷിതമായ ചില കാര്യങ്ങൾ
സീനായി മലയുടെ താഴ്വാരത്ത് നിൽക്കുന്ന ജനത്തിൻ്റെ പ്രതികരണങ്ങളിൽ ഉണ്ടായി. ആ 10 പ്രമാണങ്ങൾ 2 കൽപ്പനകളായി എഴുതിക്കൊണ്ടുവന്നത്, ഒന്ന്, നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ വേറൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്നതായിരുന്നു. ആ ഒരു നിയമം ആർക്ക് വേണ്ടി ദൈവം എഴുതി കൊടുത്തുവോ, ആർക്ക് കൊടുക്കാൻ വേണ്ടി മോശ സീനായി മലയുടെ മുകളിൽ നിന്ന് അത് സ്വീകരിച്ചുവോ, ആർക്ക് കൊടുക്കാൻ വേണ്ടി അവൻ ഈ കൽപ്പനകളുമായി താഴേക്ക് ഇറങ്ങി വന്നുവോ, ആ ജനക്കൂട്ടം ആദ്യത്തെ കൽപ്പന തന്നെ പാടെ ലംഘിച്ച് ഒരു കാളക്കുട്ടിയുടെ മുൻപിൽ നിന്ന് നൃത്തം ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ് മോശ താഴ്വരയിലേക്ക് എത്തുക. അപ്പോൾ ഇത് ആർക്ക് വേണ്ടി കൊണ്ടുവന്നുവോ അത് അവർക്ക് വേണ്ട എന്ന് അവർ സ്പഷ്ടമായി സംസാരിക്കുമ്പോൾ, അവർ പ്രതീകങ്ങളായി ഈ കാളക്കുട്ടിയെ ആരാധിക്കുമ്പോൾ, മോശ അത് മലയുടെ അടിവാരത്ത് വെച്ച് എറിഞ്ഞ് ഉടച്ചു കളഞ്ഞു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അത് അവിടെ വരെ കുടുംബ പൗരോഹിത്യമായിരുന്നു നിലനിന്നിരുന്നത് എങ്കിൽ, കാളക്കുട്ടിയെ ആരാധിച്ചത് മുതൽ കുടുംബ പൗരോഹിത്യം അവസാനിക്കുകയായിരുന്നു. കുടുംബ പൗരോഹിത്യം അവസാനിച്ചു. അതിനുശേഷം അതിന് പകരമായി ഇസ്രായേൽ സമൂഹത്തിൻ്റെ ആരാധനകൾ നടത്തുന്നതിന് വേണ്ടി ഒരു ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുത്തു. ഏത് ഗോത്രത്തെയാണ് തിരഞ്ഞെടുത്തത് എന്ന് നിങ്ങൾക്കറിയാമോ? ലേവിയുടെ ഗോത്രമാണ്, ലേവി ഗോത്രം. അപ്പോൾ അവർക്ക് ചില പ്രത്യേകതകളുണ്ടായിരുന്നു, അതുപോലെ അവർക്ക് ചില പരിമിതികളും ഉണ്ടായിരുന്നു. ലേവി ഗോത്രത്തിന് മാത്രം 12 ഗോത്രങ്ങളിൽ ലേവി ഗോത്രത്തിന് മാത്രം വാഗ്ദത്ത നാട് വീതിച്ചു കൊടുത്തപ്പോൾ അവർക്ക് ഓഹരി ഉണ്ടായിരുന്നില്ല. ദൈവമാണ് എൻ്റെ ഓഹരി, ദൈവമാണ് ലേവി ഗോത്രത്തിൻ്റെ ഓഹരി. അതിനുവേണ്ടി അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ബാക്കി 11 പേര് ദശാംശം അവർക്ക് കൊടുക്കണമായിരുന്നു. അങ്ങനെയാണ് ലേവി ഗോത്രം. ഇങ്ങനെ ലേവി ഗോത്രത്തെ മാറ്റി നിർത്തിയത് എന്തിനു വേണ്ടിയാണ്? പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ്. ദേവാലയത്തോട് ബന്ധപ്പെട്ട സമസ്ത കാര്യങ്ങളും ചെയ്യാനുള്ള ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചത് ഈ ലേവി ഗോത്രത്തെയാണ്. അങ്ങനെയാണ് ആദ്യത്തെ മഹാപുരോഹിതനായി ലേവായ ഗോത്രത്തിൽ നിന്ന്, ലേവി ഗോത്രത്തിൽ നിന്ന് ലേവായനായ അഹറോനെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. മോശയും ലേവി ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു, അഹറോനും ലേവി ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു. കുടുംബ പൗരോഹിത്യം അവസാനിച്ചു. പിന്നെ ലേവി ഗോത്രത്തിൻ്റെ പൗരോഹിത്യം വരികയാണ്. ഈ ലേവി ഗോത്രത്തിന് പൗരോഹിത്യം നൽകുന്നതിനെക്കുറിച്ച് ബൈബിളിൽ ശ്രദ്ധേയമായി രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം നമ്മൾ കാണേണ്ടതാണ്. അത് സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 10-ാം വാക്യം. പഴയ നിയമത്തിൽ സംഖ്യയുടെ പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ഇസ്രയേലിലെ ആദ്യജാതന്മാർക്ക് പകരം ഞാൻ ലേവ്യരെ തെരഞ്ഞെടുത്തിരിക്കുന്നു, അവർ എനിക്ക് ഉള്ളവരാണ്. അപ്പോൾ കുടുംബ പൗരോഹിത്യത്തിൻ്റെ അവസാനമായി വേറൊരു പൗരോഹിത്യം സ്ഥാപിതമായി. അത് ലേവി പൗരോഹിത്യം എന്ന പേരിലാണ് അറിയപ്പെടുക. അതിൻ്റെ പൗരോഹിത്യ അഭിഷേകത്തെക്കുറിച്ചും അവർ ധരിക്കേണ്ട വസ്ത്രത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ടുള്ള പാഠങ്ങൾ നമുക്ക് ബൈബിളിൽ കണ്ടെത്താനായിട്ട് കഴിയും. പുറപ്പാട് പുസ്തകത്തിൻ്റെ 29-ാം അധ്യായം 9-ാം വാക്യം. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 9-ാം വാക്യം. ബൈബിളുള്ളവരൊന്ന് എടുക്കുക. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം 9-ാം വാക്യം. നീ അവരെ അരപ്പട്ടകളും തൊപ്പിയും അണിയിക്കണം, ശാശ്വതമായ നിയമമനുസരിച്ച് പൗരോഹിത്യം അവരുടേതായിരിക്കും. നീ അഹറോനെയും അവൻ്റെ പുത്രന്മാരെയും പുരോഹിതരായി അവരോധിക്കണം. ലേവി ഗോത്രത്തെ ദൈവമായ കർത്താവ് ഈ ദൗത്യം പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. ലേവി ഗോത്രത്തെ കൊണ്ടുവന്ന് അഹറോൻ്റെ ശുശ്രൂഷക്കായി നീ നിയോഗിക്കുക എന്ന് സംഖ്യയുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു പൗരോഹിത്യം സ്ഥാപിതമായി. പിന്നീട് ജെറുസലേം ദേവാലയത്തോട് ബന്ധപ്പെട്ട എല്ലാ ആരാധനകൾക്കും നേതൃത്വം കൊടുത്തിരുന്നത് ഇവരാണ്. ഇനി മർമ്മപ്രധാനമായൊരു കാര്യം,
ലേവി പൗരോഹിത്യം ഉണ്ടാകുന്നതിന് മുൻപ് ഒരു പൗരോഹിത്യം ഉണ്ടായിരുന്നു. ഏതാണ് ആ പൗരോഹിത്യം? അത് മെൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യമാണ്. മെൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ കാലം ആകുന്നത് വരെയുള്ള നൂറ്റാണ്ടുകളിൽ അത് കൈമാറ്റം ചെയ്യപ്പെട്ടില്ല. അത് കൈമാറ്റം ചെയ്യാൻ തക്ക വിധത്തിലുള്ള ഒരാളും അന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് താൽക്കാലികമായി നൽകിയതാണ് ലേവായ പൗരോഹിത്യം. എന്നാൽ യഥാർത്ഥത്തിൽ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം പുരോഹിതനാകാൻ എന്തുകൊണ്ടും യോഗ്യനായവൻ വന്നു കഴിഞ്ഞപ്പോൾ ലേവായ പൗരോഹിത്യത്തെ മാറ്റിയിട്ട് അതിനു പകരമായി മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം ക്രിസ്തു പുരോഹിതനായി മാറി. ആ പൗരോഹിത്യമാണ് ഇന്ന് തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. ആ പൗരോഹിത്യത്തിൻ്റെ അതിൽ പങ്കാളി ആയതുകൊണ്ടാണ് ഈശോയുടെ ബലി ഏറ്റവും പരമമായ യാഗമായി ദൈവത്തിന് സ്വീകാര്യമായ ബലിയായി മാറിയത്. രക്ഷാകര ചരിത്രം അവസാനിക്കത്തക്ക വിധത്തിൽ അത് പൂർത്തീകരിക്കപ്പെടാൻ ഈ ക്രമപ്രകാരമുള്ള പൗരോഹിത്യത്തിലൂടെയാണ് ക്രിസ്തു വരിക. അതുകൊണ്ടാണ് ലേവായ പൗരോഹിത്യത്തെ മാറ്റിയിട്ട് ഈ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം പുതിയ ക്രമം ഉണ്ടാവുകയാണ്. ഇതാണ് ഇന്ന് പൗരോഹിത്യത്തിലൂടെ ലഭിക്കുന്നത് എന്ന് സൂചിപ്പിക്കട്ടെ. ലേവി പൗരോഹിത്യത്തെക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു പൗരോഹിത്യം ലേവിയുടെ ജനനത്തിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നത് മെൽക്കിസദേക്കിൻ്റെ പൗരോഹിത്യം. അത് ക്രിസ്തുവിൻ്റെ കാലഘട്ടമാകുമ്പോൾ അത് ക്രിസ്തുവിലേക്ക് നൽകപ്പെടുകയാണ്. വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഈ പൗരോഹിത്യം ഇന്നും തുടരുന്നു. സാലെമിൻ്റെ രാജാവ് എങ്ങനെയാണ് മെൽക്കിസദേക്ക് നീതിയുടെ രാജാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നെല്ലാം പേരിൽ അറിയപ്പെടുന്നു. ഈശോയും അതേ പേരിൽ അറിയപ്പെടുകയാണ്. അവൻ നീതിയുടെ രാജാവാണ്, സമാധാനത്തിൻ്റെ രാജാവാണ്. ദൈവത്തിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നത് ദൈവം അബ്രാഹത്തേക്കാൾ വലിയവനായ ഒരുവനെ കൊണ്ടാണ്. അതാണ് മെൽക്കിസദേക്ക്. അബ്രാഹം എല്ലാറ്റിൻ്റെ ദശാംശം കൊടുക്കുന്നു. അനുഗ്രഹിച്ചവനാണ്. ശരിക്കും ശ്രദ്ധിച്ചേ, അനുഗ്രഹിച്ചവനാണ് അനുഗ്രഹിക്കപ്പെട്ടവനേക്കാൾ വലിയവൻ. അനുഗ്രഹിക്കപ്പെട്ടവനേക്കാൾ വലിയവൻ അനുഗ്രഹിച്ച വ്യക്തിയാണ്. അപ്പോൾ അബ്രാഹത്തിനും മുകളിലാണ് മെൽക്കിസദേക്കിൻ്റെ സ്ഥാനം എന്ന് അർത്ഥം. അബ്രാഹത്തെക്കാളും ലേവി പൗരോഹിത്യത്തെക്കാളും മെൽക്കിസദേക്ക് വലിയവനാണെന്ന് ബൈബിൾ സ്പഷ്ടമായി സംസാരിക്കുന്നു. മാത്രവുമല്ല, അവൻ്റെ നാമം മിശിഹായെ സൂചിപ്പിക്കുന്നു. മെൽക്കിസദേക്ക് എന്ന വാക്ക് മിശിഹായെ കൂടെ സൂചിപ്പിക്കുന്നതാണ്. കാരണം മിശിഹ നീതിയുടെയും സമാധാനത്തിൻ്റെയും രാജാവാണ്. ഇവിടെ മെൽക്കിസദേക്ക് വരുവാനിരിക്കുന്ന മിശിഹായുടെ പ്രതീകമായി മാറുന്നു. അങ്ങനെ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം ക്രിസ്തു പുരോഹിതനായി മാറുന്നു. വീണ്ടും എന്തുകൊണ്ടാണ് ഈ മാറ്റം വരുത്തിയത് എന്ന് ഹെബ്രായ ലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നു. ലേവി പൗരോഹിത്യത്തിൻ്റെ ന്യൂനതകളെ എണ്ണിപ്പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ഈ വിശദീകരണം നൽകുക. നിയമം ഒരുവനും പാപമോചനം നൽകുന്നില്ല. ഹെബ്രായ ലേഖനം 7:19 ഞാൻ വായിക്കുന്നത്. നിയമം ഒരുവനും പാപമോചനം നൽകുന്നില്ല, നിത്യരക്ഷ പ്രദാനം ചെയ്യുന്നില്ല. നിയമം വഴി ഒരുവനും ദൈവവുമായി ഐക്യപ്പെടുന്നില്ല. ആകയാൽ നിയമം മധ്യസ്ഥതയുടെ മാർഗമാകുന്നില്ല. നിയമത്തെ ആശ്രയിച്ചു നിന്ന പൗരോഹിത്യത്തിൽ നിന്ന് വ്യത്യസ്തമായി രക്ഷയും പാപമോചനവും നൽകുവാനും മനുഷ്യനെ പൂർണ്ണതയിലെത്തിക്കുവാനും കഴിവുള്ള മറ്റൊരു പൗരോഹിത്യം ആവശ്യമായി വന്നു. വരുവാനിരിക്കുന്ന മിശിഹായിൽ പൗരോഹിത്യത്തിൻ്റെ പുതിയ ക്രമം നിലവിൽ വന്നു. നിയമത്തിന് പകരമായി ശ്രേഷ്ഠതരവും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നതുമായ പ്രത്യാശ നിലവിൽ വരികയാണ്. ആദ്യത്തെ കൽപ്പന അസാധുവാക്കപ്പെട്ടത് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനവും കൊണ്ടാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് വന്നു കഴിഞ്ഞപ്പോൾ പഴയത് അവസാനിക്കുന്നു. മുൻകാലങ്ങളിൽ അനേക പുരോഹിതന്മാരുണ്ടായിരുന്നു. എന്നാൽ ശുശ്രൂഷയിൽ തുടരുവാൻ മരണം അവരെ അനുവദിച്ചില്ല. എന്നാൽ യേശുവാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല.
തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവന് കഴിവുണ്ട്. ഹെബ്രായ ലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ശാന്തമായിരുന്ന് വായിച്ചാൽ ഈ പുതിയ പൗരോഹിത്യത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതായി കാണാം. ലേവായ പൗരോഹിത്യത്തിൽ അനേകം പുരോഹിതന്മാരും അനേകം ബലികളും ഉണ്ടായിരുന്ന സ്ഥാനത്ത് എന്നേക്കുമായുള്ള ഏക ബലി ദൈവപുത്രനായ ഈശോ അർപ്പിച്ചു. ആ ബലിയാണ് പൂർണ്ണവും സ്ഥിരവും നിത്യവുമായ മധ്യസ്ഥത ക്രിസ്തുവിലൂടെ കൈവന്നത് വഴി അസ്ഥിരവും അപൂർണമായവ എല്ലാം മറിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കുകയാണ്. വളരെ പ്രത്യേകമായി മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള ഒരു പൗരോഹിത്യത്തിൻ്റെ സ്ഥാപനമുണ്ടാകുന്നത് മെൽക്കിസദേക്ക് പ്രതീകമായി പഴയ നിയമത്തിൽ നിൽക്കുകയാണ്. സങ്കീർത്തനത്തിൽ ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കാവുന്ന 110-ാം സങ്കീർത്തനത്തിൻ്റെ 4-5 വാക്യങ്ങളിൽ കർത്താവ് ശപഥം ചെയ്തു, മെൽക്കിസദേക്കിൻ്റെ ക്രമമനുസരിച്ച് നീ എന്നേക്കും പുരോഹിതനാകുന്നു. പഴയ നിയമത്തിൻ്റെ ആദ്യതാളുകളിൽ മെൽക്കിസദേക്കുണ്ട്. സങ്കീർത്തന കാലഘട്ടങ്ങളിൽ മെൽക്കിസദേക്കിനെ കാണുന്നത് 110-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 4-5 വാക്യങ്ങളിലാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഹെബ്രായ ലേഖനത്തിൻ്റെ 7-ാം അധ്യായത്തിലാണ്. ഇങ്ങനെ നിത്യപുരോഹിതനായ ക്രിസ്തുവിനെക്കുറിച്ച് ഉള്ള പ്രതീകമായി പഴയ നിയമത്തിലെ മെൽക്കിസദേക്ക് നിൽക്കും. മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള ബലി ക്രിസ്തുവിൻ്റെ ബലിയിലാണ് പൂർത്തീകരിക്കപ്പെട്ടതെന്ന് പറഞ്ഞ് അടുത്തതിലേക്ക് നമ്മൾ വരുമ്പോൾ 5-ാമതായി നമ്മൾ ബൈബിളിൽ കാണുന്ന മറ്റൊരു ബലിയർപ്പണം മലാക്കിയുടെ പുസ്തകത്തിലെ ബലിയാണ്. അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണ്. മലാക്കിയുടെ പുസ്തകത്തിലെ പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമായ മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായം 11-ാം വാക്യം. മലാക്കി 1:11. അതെല്ലാവരും വായിക്കാൻ ശ്രമിക്കുക. ബൈബിളുള്ളവർ എടുത്ത് വായിക്കുക. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. അപ്പോൾ എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ്? സൂര്യോദയം മുതൽ അസ്തമയം വരെ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും എന്നാണ് അർത്ഥം. സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. ദൈവത്തിൻ്റെ തിരുനാമത്തിൻ്റെ മഹത്വം നിരന്തരമായി അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുക. അവിടെയാണ്, ബലിയിലാണ് ഈ മഹത്വപൂർണ്ണമായ അവിടുത്തെ നാമസ്തുതി ഒരിക്കലും അവസാനിക്കാതെ നിരന്തരമായി തുടരുക. സൂര്യോദയം മുതൽ അസ്തമയം വരെ എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കപ്പെടുന്നു. കത്തോലിക്ക സഭയുടെ 20 നൂറ്റാണ്ടിനുള്ള ഇടയിൽ ഈ ഒരു വചനഭാഗത്തെ പരിശുദ്ധ കുർബാനയിൽ മാത്രം പൂർത്തിയായ പ്രവചനം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുക. എല്ലാ സഭാപിതാക്കന്മാരും ഈ വചനഭാഗം വ്യാഖ്യാനിച്ചിട്ടുള്ള എല്ലാ സഭാപിതാക്കന്മാരും ഇത് പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തി മാത്രമാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലായിടത്തും എല്ലാ സമയത്തും തുടർന്നു കൊണ്ടിരിക്കുന്ന അർപ്പിക്കപ്പെടുന്ന ഒരു ബലി വരാനുണ്ട്. ഇതാണ് മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഒരു ബലിയുണ്ട്, ഇതുവരെ ഇല്ലാത്ത ഒരു ബലി, ഇനി മറ്റൊരിക്കലും ഉണ്ടാകാൻ ഇടയില്ലാത്ത ഒരു ബലി. അങ്ങനെ ഒരു ബലി വരും. ആ ബലിയുടെ പ്രത്യേകത എന്താണ്? എല്ലായിടത്തും എല്ലാ കാലത്തും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. അത് പരിശുദ്ധ കുർബാനയിലാണ്. പരിശുദ്ധ കുർബാനയിൽ മാത്രമാണ് പൂർത്തിയായത്. ഇത് ശരിക്കും ശ്രദ്ധിക്കുക. നമ്മുടെ കൊച്ചച്ഛൻ ഇപ്പോഴിവിടെ ബലിയർപ്പിച്ചു. ഒരു 3/4 മണിക്കൂർ സമയം ആ ഒരു ബലി മനോഹരമായി അദ്ദേഹം അർപ്പിച്ചു. അദ്ദേഹം ബലിയർപ്പിച്ച അതേ ബലി തീരുന്നതിന് മുൻപ്
ലോകത്തിൻ്റെ എത്രയോ അൾത്താരയിൽ ബലി ആരംഭിച്ചു കഴിഞ്ഞിരിക്കും. 6 ലക്ഷത്തിലധികം വരുന്ന പുരോഹിതന്മാർ എല്ലാ ദിവസവും ഒരു ബലി എന്ന് എടുക്കുകയാണെങ്കിൽ, നമ്മളൊക്കെ 2-3 ബലി അർപ്പിക്കുന്നവരാണ്, കാരണം ഓരോ സാഹചര്യങ്ങൾ അങ്ങനെയാണല്ലോ. അപ്പോൾ ഇപ്രകാരം നമ്മൾ നോക്കുമ്പോൾ ഒരു ബലി അർപ്പിച്ചാൽ തന്നെ, ഒരു പുരോഹിതന് ഒരു ബലി അർപ്പിച്ചാൽ തന്നെ 6 ലക്ഷം ബലികൾ ഒരു ദിവസം സംഭവിക്കും. 24 മണിക്കൂറേ നമുക്കുള്ളൂ. 24 മണിക്കൂറിനെ തിരിച്ചിടാൽ 6 ലക്ഷം കൊണ്ട് ഹരിച്ചാൽ 1 മണിക്കൂറിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായി നടക്കുന്ന ബലിയുടെ എണ്ണം എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഒരിടത്ത് ബലിയർപ്പണം ആരംഭിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാകുന്നതിന് മുൻപ് എത്രയോ ബലികൾ ആരംഭിച്ചു, അത് തീരുന്നതിന് മുൻപ് എത്രയോ ബലികൾ ആരംഭിച്ചു. ഒരിക്കലും അവസാനിക്കാത്തതായി ഈ ഭൂമിയിലുള്ള ഏക പ്രവൃത്തി പരിശുദ്ധ കുർബാനയാണ്. ഒരിക്കലും അവസാനിക്കുന്നില്ല. അങ്ങനെ പറയാനുള്ള കാരണം, ബലി ലോകത്ത് എവിടെ അർപ്പിച്ചാലും, ഏത് ഭൂഖണ്ഡത്തിൽ അർപ്പിച്ചാലും, ഏത് അൾത്താരയിൽ അർപ്പിച്ചാലും, ഏത് ഭാഷയിൽ അർപ്പിച്ചാലും ബലിയർപ്പകൻ ക്രിസ്തുവാണ്, ബലി വസ്തു ക്രിസ്തുവാണ്. അതുകൊണ്ട് ലോകത്ത് നടക്കുന്ന എല്ലാ ബലികളും ഒന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതാണ് മലാക്കി പ്രവാചകൻ പഴയ നിയമത്തിൻ്റെ അവസാനത്തെ പുസ്തകമായ മലാക്കിയുടെ പ്രവചന ഗ്രന്ഥത്തിൽ അവസാനമായി രേഖപ്പെടുത്തിയത്. അത് മലാക്കിയുടെ പ്രവചന ഗ്രന്ഥം 1:11 നമ്മൾ വായിക്കുന്നത്. ഞാൻ ഒന്നും കൂടി അത് വായിക്കുകയാണ്. പരിശുദ്ധ കുർബാനയോട് ഇത്രയും ചേർന്ന് നിൽക്കുന്ന വേറൊരു പഴയ നിയമ പ്രതീകത്തെ കാണാനാവാത്ത വിധത്തിൽ അത്ര ശ്രേഷ്ഠമായതുകൊണ്ട് അതൊന്നും കൂടെ വായിക്കുകയാണ്. സൂര്യോദയം മുതൽ അസ്തമയം വരെ എല്ലാ സമയത്തും എന്നർത്ഥം. എൻ്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണ്ണമാണ്. എല്ലായിടത്തും എൻ്റെ നാമത്തിന് ധൂപവും ശുദ്ധമായ കാഴ്ചയും അർപ്പിക്കും. ഏറ്റവും ശുദ്ധമായ കാഴ്ച ഈശോ മിശിഹായുടെ തിരുശരീര രക്തങ്ങളാണ്. അതിനേക്കാൾ ശുദ്ധമായ ഒരു കാഴ്ച ബലിയായി നൽകാനില്ല. അതുകൊണ്ടാണ് ഈ ശുദ്ധമായ കാഴ്ച എന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ലോകത്തിൽ എല്ലായിടത്തും പ്രഭാതം മുതൽ പ്രദോഷം വരെ ദൈവസന്നിധിയിൽ അർപ്പിക്കപ്പെടാൻ പോകുന്ന ആ ഒരു സമ്പൂർണമായ ബലി, ലക്ഷണയുക്തമായ ഒരു ബലി വരാനുണ്ട് എന്നാണ് സൂചിപ്പിക്കപ്പെട്ടത്. മലാക്കി പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നതാണ്. ഈ ബലി എങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുകൂടി പറഞ്ഞു വെച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഫൗസ്റ്റീനായുടെ ഡയറി, ദൈവകരുണയുടെ അപ്പസ്തോല എന്ന പേരിൽ അറിയപ്പെടുന്ന ഫൗസ്റ്റീനയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അവരുടെ ഡയറിയെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാകും. ഫൗസ്റ്റീനയുടെ ഡയറിയിൽ വളരെ പ്രത്യേകമായി പറയുന്ന ഒരു കാര്യം, ഇതിനോട് ബന്ധപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവമായ കർത്താവ് ഈ ഭൂമിയിലെ മനുഷ്യരെ കാണുന്നത് ഈശോ മിശിഹായുടെ തിരുമുറിവിൻ്റെ വിടവിലൂടെയാണ് എന്ന് ഫൗസ്റ്റീനയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്ന് പറഞ്ഞാൽ, ചോരയൊഴുകുന്ന ഒരു മുറിപ്പാടിനുള്ളിലൂടെയാണ് പിതാവായ ദൈവം ഭൂമിയെയും ഭൂമിയിലെ സകല മനുഷ്യരെയും നമ്മളെയും കാണുന്നത്. എന്താ ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഈശോ മിശിഹായുടെ ഈ പീഡാസഹനത്തിൻ്റെ ഇടയിലെ തിരുമുറിവിന് ഇടയിലൂടെ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന മനുഷ്യൻ്റെ സകല പാപങ്ങൾക്കും ഉടനടി ശിക്ഷ കൊടുക്കാൻ ആകാത്ത വിധം അതിനിടയിൽ ഒരു നിലവിളി കിടപ്പുണ്ട്. ഏതാണ് ആ നിലവിളി എന്ന് നിങ്ങൾക്കറിയാം. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാത്തത് കൊണ്ട് ഇവരോട് പൊറുക്കണമേ എന്ന നിലവിളി ഓരോ ബലിയിലും ആവർത്തിക്കപ്പെടുകയാണ്. സോദോം ഗൊമോറയിലെ ജനം ചെയ്തതിനേക്കാൾ അധികം പാപം ഇന്ന് ലോകത്തിലുണ്ടായിട്ട് എന്തുകൊണ്ട് പിതാവായ ദൈവം ലോകത്തെ ശിക്ഷിക്കുന്നില്ല എന്ന ഒരു ചോദ്യത്തിന് ഉത്തരം ഇവിടെയാണ് നമുക്ക് കിട്ടുന്നത്. കാരണം അതിനിടയിൽ ചോരയൊലിപ്പിച്ചുകൊണ്ട് ഒരു നിലവിളി, ദൈവപുത്രൻ്റെ നിലവിളി കിടപ്പുണ്ട്. എന്ന് ആ നിലവിളി അവസാനിക്കുന്നുവോ അന്ന് ലോകത്തിൻ്റെ അവസാനമായിരിക്കും. കാരണം ദൈവം കാരുണ്യവാനാണ്, അതേപോലെ തന്നെ ദൈവം നീതിമാനുമാണ്.
അവസാനത്തെ പുരോഹിതൻ്റെ അവസാനത്തെ ബലി ലോകത്തിൻ്റെ അവസാന നിമിഷമാകും എന്നതാണ് സത്യം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ വളരെ പ്രത്യേകമായി പരിശുദ്ധ കുർബാനയിൽ ക്രിസ്തു തൻ്റെ ബലി നിരന്തരമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പിതാവിൻ്റെ മുൻപിൽ അതൊരു നിലവിളിയായി വരുന്നു. പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയാത്തത് കൊണ്ട് ഇവരോട് പൊറുക്കണമേ. ആ ഒരു നിലവിളിയാണ് നമ്മുടെ ജീവനെ ഇന്ന് നിലനിർത്തുന്നത്, ഭൂമിയെ നിലനിർത്തുന്നത് എന്ന പരമമായ സത്യം മനസ്സിലാക്കുമ്പോൾ ആ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് നിന്ന് കർത്താവേ, എൻ്റെ പാപങ്ങളും അപരാധങ്ങളും പൊറുക്കണമേ എന്ന നിരന്തരമായ പ്രാർത്ഥന നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ എന്തുമാത്രം വിശുദ്ധീകരിക്കും. അതുകൊണ്ടാണ് മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടിയുള്ള ബലി എൻ്റെ രക്ഷയ്ക്കും എൻ്റെ നവീകരണത്തിനും കാരണമാകുന്നില്ലെങ്കിൽ ആ ബലി എനിക്ക് നിരർത്ഥകമായി പോകും. മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടിയുള്ള ബലി എൻ്റെ നവീകരണത്തിനും എൻ്റെ രക്ഷയ്ക്കും കാരണമാകുന്നില്ലെങ്കിൽ ആ ബലി എനിക്ക് നിരർത്ഥകമായി പോകും. ഇനി ഒരു ബലി നിരർത്ഥകമായി പോകാതിരിക്കാനുള്ള തീരുമാനമാണ് ഇവിടെ വെച്ച് നമ്മൾ എടുക്കേണ്ടത്. ഏറ്റവും ശ്രദ്ധയോടെ, ഭക്തിയോടെ, വിശുദ്ധിയോടെ ഈ ബലിയിൽ പങ്കുചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും അത് വർണ്ണിക്കാൻ ആവാത്തതാണ്. അതിന് നമ്മളെ പ്രാപ്തമാക്കുന്ന അനുഗുണ മനോഭാവങ്ങളെക്കുറിച്ചൊക്കെ പിന്നീട് ഞാൻ സംസാരിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ജീവൻ. പരിശുദ്ധ കുർബാനയാണ് നമ്മുടെ ആധ്യാത്മികതയുടെ അടിസ്ഥാനം. ബലിപീഠത്തോട് എന്തുമാത്രം അടുക്കുന്നുവോ അത്രയും നാം ദൈവത്തോട് അടുക്കുന്നു. ബലിപീഠത്തിൽ നിന്ന് എന്തുമാത്രം നാം അകലുന്നുവോ അത്രയും നാം ദൈവത്തിൽ നിന്ന് അകലുന്നു. ബലിപീഠ കേന്ദ്രീകൃതമായൊരു ജീവിതം നയിക്കാൻ അനുഗ്രഹം തരണമേ എന്ന് വളരെ ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ നമുക്ക് വിശുദ്ധീകരിക്കാം, നമ്മുടെ ജീവിതത്തെ നമുക്ക് നവീകരിക്കാം. ബലിയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലുണ്ടാകാൻ വേണ്ടി തീവ്രമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം.